മിസോറാമിലെ ആദ്യ റെയിൽപാത ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനത്തിന് നാഴികക്കല്ലാകുന്ന റെയിൽവേ വികസന പദ്ധതികൾ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. വെൽക്കം ടു ഐസാൾ എന്ന വാക്കുകളുമായി ഇന്ത്യയുടെ റെയിൽവേ ഭൂപടത്തിലേക്ക് മിസോറാമിനെ പ്രധാനമന്ത്രി സ്വാഗതം ചെയ്തു. മിസോറാമിന്റെ തലസ്ഥാനത്തെ ഇന്ത്യൻ റെയിൽവേ ശൃംഖലയുമായി ആദ്യമായി ബന്ധിപ്പിക്കുന്ന 870 കോടിയിലധികം രൂപയുടെ ബെറാബി സൈറംഗ് റെയിൽപാതയാണ് പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചത്. Mizoram is playing an important role in India's development journey. Friends, this is a historic day for the nation, particularly for the people of Mizoram. From today, will be on India's railway map. കൂടുതൽ വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, മിസോറാമിലെ ആദ്യ റെയിൽ പാത ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി എന്തായാലും വികസന കുതിപ്പേകാൻ ഉതകുന്ന ഒരു നാഴികക്കല്ലല്ലേ ഇത്? രോഹിണി, മിസോറാമിന്റെ തലസ്ഥാനമായ ഐസ്വാളിലായിരുന്നു പ്രധാനമന്ത്രി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ മോശം കാലാവസ്ഥ കാരണം പ്രധാനമന്ത്രിയുടെ വിമാനത്തിന് അവിടെ ലാൻഡിംഗ് അനുമതി ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം മിസോറാമിലെ ലെങ്പുയ് വിമാനത്താവളത്തിലാണ് ഇറങ്ങിയത്. അവിടെയാണ് ഇന്നിപ്പോൾ ഈ ഒരു ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. ഇന്നിപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചത്, പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്, ഇത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ മാത്രം ചരിത്ര ദിനമല്ല, ഭാരതത്തിന്റെ ആകെ ചരിത്ര ദിനമാണെന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങളിലും അതേപോലെ തന്നെ രാഷ്ട്ര നിർമ്മാണത്തിലും മിസോറാമിലെ ജനങ്ങൾ എപ്പോഴും വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ത്യാഗവും സേവനവും ധൈര്യവും അനുകമ്പയും ഈ മൂല്യങ്ങളൊക്കെയാണ് മിസോറാം സമൂഹത്തിന്റെ കേന്ദ്രബിന്ദു എന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചു. ഇന്ത്യയുടെ വികസന യാത്രയിൽ മിസോറാം പ്രധാന പങ്ക് വഹിക്കുന്നു. ഇത് രാജ്യത്തിന്റെ മാത്രമല്ല, ഇത് മിസോറാമിലെ ജനങ്ങളുടെ ഒരു ചരിത്ര ദിനം കൂടിയാണ് എന്നുള്ളതാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. ഇന്നിപ്പോൾ അദ്ദേഹം 870 കോടി രൂപയിലധികം ചെലവ് വരുന്ന ബൈറാബി സൈറംഗ് പുതിയ റെയിൽവേ പാത രാജ്യത്തിന് സമർപ്പിച്ചിരിക്കുകയാണ്. ഏതാണ്ട് 45 തുരങ്കങ്ങളും 55 പാലങ്ങളും 88 ചെറുപാലങ്ങളും ഉൾപ്പെടെയുള്ള വലിയ റെയിൽവേ ശൃംഖല, അതായത് രാജ്യത്ത് ആദ്യമായി ഭാരതത്തിന്റെ റെയിൽവേ ശൃംഖലയെ മിസോറാമുമായി ബന്ധിപ്പിക്കുന്നു എന്നുള്ള ഒരു ചരിത്ര നിമിഷം കൂടി ഇതിലുണ്ട് എന്നുള്ളതാണ് ഏറെ പ്രത്യേകത. കൂടാതെ 3 പ്രധാന ട്രെയിനുകൾ പ്രധാനമന്ത്രി ഇന്നിപ്പോൾ ഫ്ലാഗ് ഓഫ് ചെയ്തു. സൈരംഗ് ഡൽഹി രാജധാനി എക്സ്പ്രസ് ആണ് അതിൽ ഏറ്റവും പ്രധാനം. രാജ്യ തലസ്ഥാനത്ത് ഡൽഹിയിൽ നിന്നും നേരിട്ട് മിസോറാമിലെ ഐസ്വാളിലേക്ക് രാജധാനി എക്സ്പ്രസിലൂടെ പോകാൻ കഴിയും. ചരിത്ര ദിനമാണ്. പ്രത്യേകിച്ച് ആദ്യമായാണ് മിസോറാമിലേക്ക് ഇത്തരത്തിൽ ഇന്ത്യൻ റെയിൽവേയുടെ ഒരു ട്രെയിൻ അല്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേയുടെ ഒരു സംവിധാനം, കണക്ടിവിറ്റി എത്തുന്നത് എന്നുള്ളതും ഏറെ പ്രധാനമാണ്. ഒപ്പം തന്നെ സൈരംഗ് ഗുവാഹത്തി എക്സ്പ്രസ്, അസമിന്റെ തലസ്ഥാനമായ ഗുവാഹത്തിയിലേക്ക് പോകുവാൻ വേണ്ടിയുള്ള സൈരംഗ് ഗുവാഹത്തി എക്സ്പ്രസും അദ്ദേഹം ഫ്ലാഗ് ഓഫ് ചെയ്തു. അതേപോലെ തന്നെ സൈരംഗ് കൊൽക്കട്ട എക്സ്പ്രസും അദ്ദേഹം ഫ്ലാഗ് ഓഫ് ചെയ്തു. അതായത് മിസോറാമിൽ നിന്നും പശ്ചിമ ബംഗാളിലേക്കും അസമിലേക്കും ട്രെയിൻ മാർഗം പോകുവാനുള്ള എളുപ്പ വഴിയാണ് ഇപ്പോൾ തുറന്നു നൽകിയിരിക്കുന്നത്. മിസോറാമിനെ സംബന്ധിച്ചിടത്തോളം, രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്ര ദിനം എന്ന് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത് മറ്റൊന്നുമല്ല, ആദ്യമായി മിസോറാമിനെ ഭാരതത്തിന്റെ റെയിൽവേയുമായി കണക്ട് ചെയ്ത സുപ്രധാന ഒരു നിമിഷം കൂടിയാണ്. മാത്രമല്ല, നിരവധി പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ടാണ്, അത് പ്രകൃതിയിൽ നിന്നുമാണേലും അല്ലാതെയാണേലും ഒക്കെ തന്നെയുള്ള വലിയ പ്രതിസന്ധികൾ തരണം ചെയ്താണ് ഇന്നിപ്പോൾ ഈ ഒരു റെയിൽവേ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഒപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ വടക്കുകിഴക്കൻ മേഖല വികസന സംരംഭമായ PN ഡിവൈൻ പദ്ധതിയിലൂടെ 500 കോടിയിലധികം മുടക്കിയാണ് ഏതാണ്ട് 45 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഐസ്വാൾ ബൈപ്പാസ് റോഡ് സാധ്യമായിരിക്കുന്നത്. ഇത് സാധ്യമായതോടുകൂടി ഐസ്വാൾ നഗരത്തിലെ മുഴുവൻ ഗതാഗത കുരുക്കും പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയുമെന്നുള്ളതാണ്. മാത്രമല്ല, ലിങ്പുയ് വിമാനത്താവളം, സായിരംഗ് റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്കുള്ള കണക്ടിവിറ്റി കൂടി വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. മിസോറാമിന്റെ തെക്കൻ ജില്ലയിലാകെ വലിയ വികസനത്തിന്റെ തേരോട്ടം ഈ ഒരു പദ്ധതിയിലൂടെ നടപ്പാക്കും സാധ്യമാകുമെന്നുള്ളതാണ് വിലയിരുത്തപ്പെടേണ്ടത്. രോഹിണി. അതെ നന്ദൻ, അതുമാത്രമല്ല പദ്ധതി രാജ്യത്തിന്റെ തന്നെ ഒരു എഞ്ചിനീയറിംഗ് വിസ്മയം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയിലൂടെ വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങളുടെ പുരോഗതി എപ്രകാരമാണ് എന്നുള്ളത് കൂടി വളരെ പെട്ടെന്ന്.
രോഹിണി, തീർച്ചയായിട്ടും അതായത് മിസോറാം ജനതയുടെ ആത്യന്തികമായ വികസനം സാധ്യമാകുന്നത് ഈ ഒരു പദ്ധതിയിലൂടെ ആകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ പ്രധാന പ്രതിസന്ധി എന്നുള്ളത് കണക്ടിവിറ്റി ആയിരുന്നു. മറ്റുള്ള നഗരങ്ങളിലെ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളെ ഈ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്നത് ഈ ഇത്തരം ചെറിയ റോഡുകൾ മാത്രമായിരുന്നു. എന്നാൽ പലപ്പോഴും ഈ റോഡുകൾ അടയ്ക്കേണ്ട സാഹചര്യങ്ങളും മറ്റും ഉണ്ടാകുന്നു. എന്നാൽ ഇപ്പോൾ ഈ റെയിൽവേ പദ്ധതി കൂടി യാഥാർത്ഥ്യമായ ഈ ഒരു അവസ്ഥയിൽ അവിടുത്തെ കൃഷിയാണേലും മറ്റ് വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്കാണേലും ഒക്കെ തന്നെ പെട്ടെന്ന് തന്നെ അത് എത്തേണ്ടിടത്ത് എത്തിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് പ്രധാനമായും. അതായത് മിസോറാം ജനതയുടെ അടിസ്ഥാനപരമായിട്ടുള്ള വികസനം ഈ ഒരു പദ്ധതിയിലൂടെ സാധ്യമാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് മിസോറാമിന് മാത്രമല്ല ഈ പദ്ധതിയുടെ ഗുണം ലഭിക്കുക എന്നുള്ളതാണ് ഏറെ പ്രത്യേകത. മിസോറാമിനൊപ്പം തന്നെ മറ്റ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്കും ഇതിന്റെ ഗുണം ലഭിക്കുന്നു. അസം, അതേപോലെ തന്നെ മണിപ്പൂർ അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് അവരും ഇതിന്റെ ഗുണഭോക്താക്കളാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും ഇത് ചരിത്ര ദിനം തന്നെയാണ്. സ്വാഭാവികമായും രാജ്യം സ്വാതന്ത്ര്യത്തിന് ശേഷം ഇതാദ്യമായി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് മിസോറാമിലേക്ക് ഒരു റെയിൽവേ കണക്ടിവിറ്റി, ഭാരതത്തിന്റെ റെയിൽവേ സംവിധാനവുമായി കണക്ട് ചെയ്യുന്ന ഒരു റെയിൽവേ കണക്ടിവിറ്റി ഉണ്ടായിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഇതിന് തറക്കല്ലിട്ടതും. മാത്രമല്ല വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ കൃത്യമായി ഉത്തേജിപ്പിക്കണം, അവിടുത്തെ ജനങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള വികാസം സാധ്യമാക്കണം എന്നുള്ളത് നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. അതുകൊണ്ട് തന്നെ ആ ലക്ഷ്യത്തിലേക്കുള്ള ജൈത്രയാത്രയുടെ തുടക്കം മാത്രമാണ് ഈ റെയിൽവേ കണക്ടിവിറ്റി എന്ന് വേണം വിലയിരുത്താൻ. രോഹിണി. ശരി നന്ദൻ. മിസോറാമിലെ ആദ്യ റെയിൽപാത ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനത്തിന് നാഴികക്കല്ലാകുന്ന റെയിൽവേ വികസന പദ്ധതികൾ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.